ഇന്നത്തെ റെസിപ്പി ചൊരയ്ക്ക കൊണ്ട് ഒരു കറിയാണ്. നല്ല നാടൻ ചൊരയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നോക്കിക്ക്, നല്ല ചൊരയ്ക്കയാണ് കിട്ടിയേക്കുന്നത്. നല്ല നാടൻ ചൊരയ്ക്കയാണ്. അധികം മുറ്റിയിട്ടുള്ള ചൊരയ്ക്ക ഒന്നുമല്ല, നല്ല പിഞ്ച് ചൊരയ്ക്കയാണ്. അപ്പോൾ ഈ പിഞ്ച് ചൊരയ്ക്ക വെച്ചിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുറ്റിയത് വെച്ചിട്ട് കറി വെച്ചാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. എന്നിട്ട് ഞാനൊരു ചെറിയ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കണം. പീസാക്കിയിട്ട് വേണം നമുക്ക് കറി വയ്ക്കാൻ. ഇതേപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും. സവാള ഇടല്ലേ, ചെറിയ ഉള്ളി തന്നെ ഇടണം. ചെറിയ ഉള്ളി ഇട്ടില്ലെങ്കിൽ സവാള ഇടണ്ട, പച്ചമുളക് മാത്രം ഇട്ടാലും മതി. ഞാൻ പക്ഷേ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലൊന്നും വെച്ച് കുക്ക് ചെയ്യല്ലേ, അല്ലാതെ ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് കുക്കായി വരുമ്പോഴത്തേന് തേങ്ങായും ചെറിയ ഉള്ളിയും ഒരു ചെറിയ വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും തൈരിനകത്ത് അരച്ചെടുക്കണം. ഞാൻ എടുത്ത തൈര് കംപ്ലീറ്റ് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണേ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും തൈര് എടുത്തത്. നമ്മളുടെ ചൊരയ്ക്ക ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യല്ലേ എന്ന് പറയുന്നത്. ഇതെല്ലാം വെള്ളമെല്ലാം നന്നായി പറ്റി എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് തിക്കാവും, കറി പെട്ടെന്ന് തിക്കാവും. പിന്നെ ഈ കറിയാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ട് ഇതേപോലെ സ്പൂണോ തവിയോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ചെറിയതായിട്ടൊന്ന് പതഞ്ഞു വരണം ഈ കറി. നമ്മൾ തൈര് ചേർത്തേക്കുന്ന കണ്ടതാ, നോക്കിക്കേ, പതഞ്ഞു വരുന്ന കണ്ട. ഈ സമയം വേണം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. ചെറിയ ഉള്ളി ഇട്ടിട്ട് വേണം കടുക് ഇടാൻ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അല്ലാതെ കടുകും കറിവേപ്പിലയും മാത്രം ഇടാതെ ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ച് കറിക്കകത്തൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വറ്റൽമുളകും കടുകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ആ കറിക്കാണെങ്കിൽ കുറച്ചൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഈ ചൊരയ്ക്ക നല്ലതായതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.